മുളപ്പിച്ച ഗോതമ്പ് കൊണ്ട് വളരെ ഈസിയായ ക്രിസ്പി ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് ദോശ എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു മടിയാണ് ഒന്ന് കഴിക്കാൻ. എന്നാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ക്രിസ്പി ആയിട്ട് ഗോതമ്പ് ദോശയും ഇൻസ്റ്റൻറ്റ് ചട്നിയും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പാണ് സ്പൗട്ടഡ് ആക്കി എടുത്തിരിക്കുന്നത്. ഇത് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പുണ്ട് കേട്ടോ. നമ്മളുടെ റേഷൻ്റെ ഗോതമ്പ് തന്നെയാണ്. നല്ലപോലെ ഒന്ന് കഴുകി ഒരു ദിവസം മൊത്തം ഒന്ന് കുതിർക്കാനിട്ടിട്ട് ഒന്ന് ടവലിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഈസി ആയിട്ട് ഇതുപോലെ സ്പൗട്ടഡ് ആക്കി എടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പച്ചരിയാണ് ഒന്ന് കുതിർത്തെടുക്കുന്നത്. ഇതൊരു 1 മണിക്കൂർ ഒന്ന് കുതിർക്കാനിട്ടാൽ മതി കേട്ടോ. ഫുള്ളായിട്ടുള്ള ഗോതമ്പാണ്, ഭയങ്കര കട്ടിയാണ്, അരഞ്ഞു കിട്ടില്ല എന്നൊന്നും പേടിക്കണ്ട. ഇത് കുതിർക്കുമ്പോൾ വളരെ സോഫ്റ്റാകും. മുള പൊട്ടി വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ സോഫ്റ്റാകും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് നമുക്ക് അരച്ചെടുക്കാനും പറ്റും. പച്ചരി കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി ചേർത്ത് 2ആയിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളുടെ ദോശ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. 2ആയിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. രണ്ടും ഞാൻ ഒരു ബൗളിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ആ ടൈമിൽ കൊണ്ട് നമ്മൾക്കൊരു ഇൻസ്റ്റൻറ്റ് ടേസ്റ്റി കോക്കനട്ട് ചട്നി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പച്ചക്കടല ഒന്ന് റോസ്റ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് കടല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഒരു പിടി മല്ലിയിലയും കൂടെ കൂട്ടി ഒന്ന് കറക്കിയെടുക്കുക. 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടുകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. 1 ഉണക്കമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. നമ്മളെ ചട്നിയും കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇൻസ്റ്റൻറ്റ് ടേസ്റ്റി കോക്കനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിക്കാണേലും ദോശയ്ക്കാണേലും ഈ ചട്നി സൂപ്പറാണ് കേട്ടോ. ഇനി ഞാൻ നമ്മളുടെ മാവിലേക്ക് ഈനോ ആണ് ചേർക്കുന്നത്. ഇത് ചേർത്തിട്ട് ഒത്തിരി നേരമൊന്നും വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കരുത്. അതിൻ്റെ ആ എഫക്റ്റ് അങ്ങ് പോവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിനി ദോശ തയ്യാറാക്കിയെടുക്കാം. എന്നും ഈനോ ചേർത്ത് കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല. വല്ലപ്പോഴുമൊക്കെ നമ്മൾക്ക് ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സോഡാപ്പൊടി ചേർത്താലും മതി. ഇതിലിപ്പോൾ സോഡാപ്പൊടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈനോ ചേർത്തത്. ഇനി നമ്മൾക്ക് ഒരു തവയിലേക്ക് ഇതുപോലെ കോരി അയച്ച് നമ്മളുടെ സാധാ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. വളരെ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ഗോതമ്പ് ദോശയാണ് കേട്ടോ ഇത്. ഇനി മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നെയ്യ് ഉപയോഗിക്കേണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാതെയും ഉണ്ടാക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ അടുത്ത തവയിലും കൂടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 2 തവയിലും കൂടെ ദോശ ചുട്ടെടുക്കുന്നത്. ഇതേ മാവ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ 2 ദോശക്കല്ലിലുമായിട്ട് പെട്ടെന്ന് ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മസാല ദോശ പോലെയാണെങ്കിൽ ഇതുപോലെ ഒന്ന് റോള് ചെയ്ത് വെച്ചാൽ മതി. ക്രിസ്പി ആയിട്ട് മസാല ദോശ പോലെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് നല്ലതുപോലെ മൊരിച്ചെടുക്കുവാണെങ്കിൽ വൈകുന്നേരം വരെ വെച്ചാലും ഈ ദോശ ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും. ഈ ഒരളവിൽ ഉണ്ടാക്കുവാണെങ്കിൽ 3 പേർക്ക് നന്നായിട്ട് കഴിക്കാവുന്ന രീതിയിലുള്ള ദോശ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളുടെ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. ഇൻസ്റ്റൻറ്റ് ചട്നിയും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ ചട്നി ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയാണ്. ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പിയാണിത്. ഈ ഗോതമ്പ് മുളപ്പിച്ച് വരുമ്പോഴത്തേന് ഇതിൻ്റെ പ്രോട്ടീൻ്റെ കണ്ടൻറ്റും ഇരട്ടിയാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയായ ഒരു ദോശയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. വണ്ണം കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. മുളപ്പിച്ചതുകൊണ്ട് തന്നെ ഇതിലെ ഫൈബറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഈനോ ചേർക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. ആ ഒരളവിൽ വേണം ഉപ്പിടാൻ. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഗോതമ്പ് പൊടി ചേർത്തും ഇതുപോലെ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കാവുന്നതാണ്.
അരിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാവുന്നതുമാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും വളരെ ഹെൽത്തിയായി വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരു നേരത്തെ ഒരു നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ഓപ്ഷനായിട്ട് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഈനോ എന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.